ഇപ്പോൾ കുറച്ച് ആഴ്ചകളായിട്ട് കോഴിക്കോട് കണ്ണൂർ ഭാഗത്ത് നമ്മുടെ രാജുവേട്ടൻ്റെ ഖലീഫ എന്ന സിനിമയുടെ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓണത്തിന് ഇറങ്ങാൻ പോകുന്ന ഈ സിനിമയുടെ ഷൂട്ടിംഗ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇന്ന് കണ്ണൂർ എയർപോർട്ടിൽ വന്നപ്പോൾ ഇവിടെയുണ്ട് കാരവാനും ഷൂട്ടിങ്ങിൻ്റെ എക്യുപ്മെൻറ്റ്സും ഒക്കെ. ഇതിന് ഒരു മാസം മുന്നേ ഇവിടെ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു, പക്ഷേ അന്ന് ഇവിടെ രാജുവേട്ടൻ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇന്ന് ഞാനിവിടെ വന്നപ്പോഴുണ്ട് രാജുവേട്ടൻ്റെ ആ ഒരു ലംബോർഗിനി കാർ ഇവിടെ കിടക്കുന്നു. കണ്ണൂർ എയർപോർട്ടിൽ 2 ദിവസമായിട്ടാണ് ഖലീഫയുടെ ഷൂട്ടിംഗ് ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. ഫസ്റ്റ് ഡേ ഉള്ള വിഷ്വൽസാണ് ഇപ്പം ഞാൻ ഈ കാണിക്കുന്നത്. ഇവിടെ കാണുന്ന കാരവാനൊക്കെ രാജുവേട്ടനും പിന്നെ മറ്റ് കോ സ്റ്റാർസിനൊക്കെ വേണ്ടിയുള്ളതാണ്. ഇതാ കാണുന്നതാണ് നമ്മുടെ രാജുവേട്ടൻ്റെ ലംബോർഗിനി ഉറൂസ് എന്ന് പറയുന്ന ആ ഒരു വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു കാറ്. ഈ കാറിന് തന്നെ ഭയങ്കര ഫാൻസാണ്. ഈ കാറിൻ്റെ കൂടെ തന്നെ ഫോട്ടോ എടുക്കാൻ ഒരുപാട് ആൾക്കാർ ഇവിടെ നിൽക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. 4-4.5 കോടി രൂപ വരുന്ന ഒരു ലക്ഷറി കാറാണിത്. ആദ്യത്തെ ദിവസം ഞാൻ വന്നപ്പോൾ രാജുവേട്ടൻ ഡിപ്പാർച്ചർ ഹാളിലായിരുന്നു ഷൂട്ടിങ്ങിനുണ്ടായിരുന്നത്. രാജുവേട്ടൻ്റെ ലംബോർഗിനിയും കയറവാനും ഒക്കെ അറൈവൽ ടെർമിനലിലാണ് നിർത്തിയിട്ടുള്ളത്. പക്ഷേ രാജുവേട്ടൻ ഷൂട്ടിങ്ങിനായിട്ട് ഡിപ്പാർച്ചറിലാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ ഞാൻ ഡിപ്പാർച്ചറിൽ എത്തിയപ്പോൾ രാജുവേട്ടൻ ടെർമിനലിൻ്റെ ഉള്ളിലാണ് ഉണ്ടായിരുന്നത്. പക്ഷേ എനിക്കിപ്പോൾ അവിടെ കയറാനുള്ള അനുമതി ഇല്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ മുകളിൽ നിന്ന് രാജുവേട്ടൻ്റെ കാറും കാരവനും ഒക്കെ ഷൂട്ട് ചെയ്തു. പക്ഷേ ഇവിടെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ 2ാമത്തെ ദിവസം ഇവിടെ വന്നപ്പോഴാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം ഉണ്ടായിരുന്ന മറ്റൊരു കാര്യം നടന്നത്. 2ാമത്തെ ദിവസം ഞാനിവിടെ വന്നപ്പോൾ രാജുവേട്ടൻ്റെ പടത്തിൻ്റെ ഷൂട്ടിംഗ് കൂടാതെ തന്നെ ഇവിടെ നമ്മുടെ ജോജു ജോർജ് ചേട്ടൻ്റെ പടത്തിൻ്റെ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു. ഇന്ന് ജോജു ജോർജ് ചേട്ടൻ്റെ പടത്തിൻ്റെ ഷൂട്ടിംഗ് ഡിപ്പാർച്ചർ ഹാളിലാണ് ഉണ്ടായിരുന്നത്. ഡിപ്പാർച്ചർ ഹാളിൽ ജോജു ജോർജ് ചേട്ടൻ്റെ പടവും അറൈവലിൽ പൃഥ്വിരാജിൻ്റെ ഖലീഫ എന്ന സിനിമയുടെ ഷൂട്ടിംഗാണ് ഉണ്ടായിരുന്നത്. മുകളിലും താഴെയും 2 സിനിമയുടെ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു. ഞാനിപ്പോൾ ഡിപ്പാർച്ചർ ഹാളിലേക്ക് പോകുമ്പോൾ ഇവിടെ ജോജു ജോർജ് ചേട്ടൻ്റെ പടത്തിൻ്റെ ഷൂട്ടിംഗ് കഴിഞ്ഞു. അവർ ഉച്ചയാകുമ്പോഴേക്കും ആ ഷൂട്ടിംഗ് കഴിഞ്ഞിരുന്നു. അവരെ പാക്കപ്പ് ചെയ്ത് പോവാണ്. ഇവിടെ നമുക്ക് അവരുടെ കാരവാനും അവരുടെ ഷൂട്ടിംഗ് എക്യുപ്മെൻറ്റ്സും ഒക്കെ വെച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ജോജു ജോർജ് ചേട്ടൻ ഇപ്പോൾ കാരവാനിലേക്ക് കയറിയിരിക്കുകയാണ്. കണ്ണൂർ ജില്ലയിൽ നിലവിൽ ഒരുപാട് സിനിമയുടെ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ടെന്ന് അറിയാൻ കഴിഞ്ഞു. പക്ഷേ ഇന്നിവിടെ ഒരേ സമയം തന്നെ 2 സിനിമയുടെ ഷൂട്ടിംഗ് കാണാൻ കഴിഞ്ഞതും ഒരു വല്ലാത്തൊരു അവസരമായിരുന്നു എനിക്ക് കിട്ടിയത്. എന്തായാലും നമ്മൾ ഷൂട്ടിംഗ് രംഗങ്ങളൊന്നും മൊബൈലിൽ ഷൂട്ട് ചെയ്യുന്നത് ശരിയല്ല. അതുകൊണ്ടാണ് ഞാൻ അവരുടെ പേഴ്സണൽ ആ സിനിമയിലുള്ള രംഗങ്ങളൊന്നും തന്നെ ഷൂട്ട് ചെയ്യാതിരുന്നതും അല്ലെ അവരുടെ ആ ഒരു സ്റ്റാർസിനെ ഒന്നും ഷൂട്ട് ചെയ്യാതിരുന്നതും. ഇവിടെ താഴെ ഇരുന്ന് ഫുഡ് കഴിക്കുന്നതാണ് നമ്മുടെ മുകളിൽ ഷൂട്ടിംഗ് നടക്കുന്ന ജോജു ജോർജ് ചേട്ടൻ്റെ സിനിമയുടെ ജൂനിയർ ആർട്ടിസ്റ്റുകൾ. ജൂൺ മാസത്തിലെ നല്ല മഴയുള്ള ദിവസമാണ് ഖലീഫയുടെ ഷൂട്ടിംഗ് ഇപ്പോൾ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഔട്ട്ഡോർ ഷൂട്ടിംഗ് ഒന്നുമില്ല. ഡിപ്പാർച്ചർ ഹാളിലാണ് ഇന്ന് രാജുവേട്ടനുള്ളത്. രാജുവേട്ടൻ്റെ വണ്ടിയൊക്കെ ഇന്ന് മഴയത്താണ് ഇങ്ങനെ നിർത്തിയിട്ടിരിക്കുന്നത് കാണുന്നത്. അവിടെയാണ് ആ ഡിപ്പാർച്ചർ ഹാളിൻ്റെ ആ ഉള്ളിലാണ് ഇപ്പോൾ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ ഇരിക്കുന്ന ഒരു വൈറ്റ് ഷർട്ടിട്ട ചേട്ടനെ കണ്ടു. അത് നമ്മുടെ 18ാം പടി എന്ന് പറയുന്ന സിനിമയൊക്കെ ഡയറക്റ്റ് ചെയ്തിട്ടുള്ള ആ ഒരു ശങ്കർ രാമകൃഷ്ണൻ എന്ന് പറയുന്ന ആ ഒരു ഡയറക്ടറാണ്. രാജുവേട്ടൻ്റെ നല്ലൊരു ഫ്രണ്ട് കൂടിയായിട്ടുള്ള അയാളാണിത്. അയാൾ ഈ സിനിമയിൽ എന്തെങ്കിലും റോൾ ഉണ്ടോയെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ അയാളിവിടെ ഉണ്ടായിരുന്നു. സിനിമയുടെ ഷൂട്ടിംഗ് തുടങ്ങുന്ന ആ ടൈം മൊത്തം ഇവിടെ ഉണ്ടായിരുന്നു. അയാളുടെ കൂടെ ഫോട്ടോ എടുക്കാൻ ഇവിടെ കുറേ ആൾക്കാർ നിൽക്കുന്നുണ്ട്. ഇങ്ങനെ നിന്നുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ രാജുവേട്ടൻ കോസ്റ്റ്യൂമിൽ തന്നെ ഡിപ്പാർച്ചർ ഹാളിൻ്റെ പുറത്തേക്ക് വരുന്നത് കണ്ടു. എൻ്റെ മോനെ ഇത്രയും ലുക്ക് ഞാൻ പ്രതീക്ഷിച്ചില്ല. രാജുവേട്ടൻ നല്ല സ്റ്റൈലാണ് ഇപ്പോൾ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ ഡിപ്പാർച്ചർ ഹാളിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ഒരു രംഗമാണ് ഷൂട്ട് ചെയ്തത്. അത് ഞാൻ പലരും അവിടെ നിന്ന് ഷൂട്ട് ചെയ്യുന്നത് കണ്ടിരുന്നു. പക്ഷേ ഞാനത് ഷൂട്ട് ചെയ്യാൻ പോയില്ല. കാരണം അത് സിനിമയുടെ ഒരു ആസ്വാദനത്തെ ബാധിക്കുമെന്ന് എനിക്ക് അറിയാവുന്നുണ്ട്. ഞാൻ ഷൂട്ട് ചെയ്തില്ല. ഞാനത് കണ്ട് ആസ്വദിക്കുക മാത്രമാണ് ചെയ്തത്. എന്തായാലും രാജുവേട്ടനെയും ഈ സിനിമ ഷൂട്ടിങ്ങൊക്കെ കണ്ടത് വളരെ സന്തോഷമാണ്. ഇപ്പം ഞാൻ കണ്ണൂർ എയർപോർട്ടിൽ നിന്ന് പോവാണ്. അടുത്ത തവണ ഇതിലും നല്ല വീഡിയോസ് ആയിട്ട് വീണ്ടും വരാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ താങ്ക്സ്.